conferences that become a revival and a blessing for many youngsters. And this year we plan to do something with a hidden agenda with a lot of surprises, which would make youngsters unbreakable rocks for Christ. So we're planning to have this in the city of Wales in Swansea on the 29th of August from 9:30 a.m. So please make yourself available. And with me I have Pastor Binoy Abraham, the chairman of Victory Worship Center, along with the youth coordinator Rachel John, who will brief us about this. Currently and in the future. Victory Worship Center എന്ന ദൈവസഭയുടെ യുവജന വിഭാഗമാണ് വിക്ടറി യൂത്ത് അലൈവ്. ഏതൊരു പ്രസ്ഥാനത്തിനും അതിൻ്റെ യുവജന വിഭാഗമാണ് അതിൻ്റെ അസറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് ഈ സഭയുടെ ഈ ഫെലോഷിപ്പിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ യുവജന വിഭാഗങ്ങൾ അവരെ ആത്മീയമായി വളർച്ചയിൽ കൊണ്ടുവരിക, അവർക്ക് വേണ്ട ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുവജന കോൺഫറൻസിലൂടെ നടക്കുവാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ചർച്ചകളൊക്കെ പൊതുവെ ക്രൂസൈഡുകൾ, കോൺഫറൻസുകൾ, സൺഡേ വർഷിപ്പുകൾ നടക്കുമ്പോൾ യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല. ഇങ്ങനെയുള്ള യുവജന കോൺഫറൻസുകളിലൂടെ നമുക്ക് കൂടുതൽ കഴിവുള്ള യുവജനങ്ങളെ കണ്ടെത്തി അവർക്ക് പാട്ട് പാടുക, പ്രസംഗിക്കുക, അവർക്ക് കൂടുതലായി ആത്മീയ പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്ത് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള ഒരു വേദിയാണ് യുവജന കോൺഫറൻസ്. അത് വിക്ടറി യൂത്ത് അലൈവ് അതിനുവേണ്ടി പ്രദാനം ചെയ്യുന്നു ഈ രാജ്യത്ത്. അത് പ്രധാനമായും യൂറോപ്പ്, UK കമ്മ്യൂണിറ്റിയിൽ നശിച്ചു പോകുന്ന യുവതലമുറകളെ വിവിധ സമൂഹങ്ങളിൽപ്പെട്ടവരെ ഒന്നിച്ചേർത്ത് സഭാവിഭാഗ വ്യത്യാസമില്ലാതെ പ്രവർത്തിപ്പാൻ കഴിയുമെന്നുള്ളത് ഒരു ഉദ്ദേശമാണ്. രണ്ടാമത്തെ ഉദ്ദേശം ബൈബിൾ തന്നെ പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ വളരെ ചുരുക്കം. അപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് അനേകം ആവശ്യമുണ്ട്. അതിന് യുവജന വിഭാഗങ്ങൾ, പ്രവർത്തകർ മുമ്പോട്ട് വരേണ്ടത് ആവശ്യമാണ്. അത് പ്രവർത്തനത്തിൻ്റെ വിജയമാണ്. അതിന് ഉതകുന്ന രീതിയിൽ ഉള്ള പ്രോഗ്രാമുകൾ, ട്രെയിനിങ് സംഘടിപ്പിച്ചുകൊണ്ട് യുവജന കോൺഫറൻസിലൂടെ അവർക്ക് അവസരങ്ങൾ കൊടുത്ത് പ്രവർത്തനത്തിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. Pastor, is there anything different that you plan or anything different that you plan to bring out in 2009 Victory Youth Alive? ഈ വർഷത്തെ യുവജന കോൺഫറൻസിൽ വ്യത്യസ്ത നിലവാരം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, കൂടുതൽ കടന്നു വരുന്ന യുവജനങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഓപ്പർച്യൂണിറ്റീസിന് എന്ന് പറയുന്നതിൽ വ്യക്തിപരമായി അവരുമായി ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇന്ന് യുവജനങ്ങളെ പഠിപ്പിക്കുന്ന കൗൺസിലേഴ്സ് നമുക്കുണ്ട്, ടീച്ചേഴ്സ് നമുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ടീം നമ്മുടെ ഈ കോൺഫറൻസിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ കോൺഫറൻസിന് കടന്നു വരുന്ന യുവജനങ്ങളോട് പേഴ്സണലായി യുവ തലമുറകളുമായി സംസാരിക്കാൻ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അനേക പേഴ്സണൽ ചോദ്യങ്ങളും സംശയങ്ങളും നമ്മുടെ യുവജന തലമുറകൾക്ക് ഇന്നുണ്ട്. അത് സഭയിലെ നേതൃത്വത്തിനോ ചർച്ചിനോ ഒരു സമൂഹത്തിൽ നിന്ന് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ പേഴ്സണൽ പ്രശ്നങ്ങൾ തന്നെ അഭിമുഖീകരിച്ചു പോകുന്ന ഒരു യുവതലമുറ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ബന്ധത്തിൽ ഇന്ന് ഇവരുമായി ഒരു പേഴ്സണൽ ടോക്കിന്, ഒരു കൗൺസിലിംഗ് പോലും സമയം കണ്ടെത്തി ആ യുവജന കോൺഫറൻസിൽ അതിനുള്ള ഒരു ക്രമീകരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊരു വ്യത്യസ്ത നിലവാരമായിരിക്കും ഈ പ്രാവശ്യത്തെ കോൺഫറൻസ്. അതിനുതകുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. As you have already heard everything about Youth Alive 2009, should you have any queries, please feel free to contact us at info@victoryukag.com. I repeat it again, info@victoryukag.com. Thank you. God bless. See you soon.